ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ നേർക്കുള്ള വിശ്വാസ പ്രഖ്യാപനം. അങ്ങ് സജീവനായ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹയാണ്. ഇപ്രകാരം പ്രഖ്യാപിച്ച പത്രോസ് തന്നെ കർത്താവിന് പീഡകൾ ഉണ്ടാകാനിരിക്കെ ദൈവം കനിയട്ടെ, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ സാത്താനെ എന്ന് പത്രോസിനെ നോക്കി വിളിക്കുന്ന കർത്താവ്, നമ്മുടെ ജീവിതങ്ങളിലേക്ക് സഹനങ്ങൾ കടന്നു വരട്ടെ. സഹനങ്ങൾ, ക്ലേശങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ ഇതെല്ലാം കടന്നു വരുമ്പോൾ കർത്താവിനോടൊത്ത് സഹിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കേണ്ടത്. ആകയാൽ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുന്ന നിമിഷങ്ങളിൽ അടിപതറാതെ ധീരതയോടുകൂടെ അവനെ പ്രഖ്യാപിക്കുന്നതിൽ നമുക്കെപ്പോഴും സ്ഥിരതയുള്ളവരായി മാറാം. ഇന്നിൻ്റെ ചെറുപ്പം തലമുറ വളർന്നു വരുന്ന പ്രത്യേകിച്ച് ആൺകുട്ടികൾ പോലും ആരാധന ക്രമത്തിൽ, വിശുദ്ധ ബലി അർപ്പണ നിമിഷങ്ങളിൽ പോലും സജീവമായ ശ്രദ്ധ കൊടുക്കാതെ അലസമായി വ്യാപരിക്കുന്നവരാണ്. കാരണം എനിക്ക് തോന്നുന്നുണ്ട് അവർക്ക് ആവശ്യത്തിന് മാതാപിതാക്കൾ അനുവദിച്ചു കൊടുക്കുന്നുണ്ട്, കിട്ടുന്നുമുണ്ട് അവർക്ക്. അതുകൊണ്ട് ഈ ദൈവികമായ ഒരു പ്രേരണയ്ക്ക്, അല്ലെ ദൈവികമായ ഒരു അനുഭവത്തിലേക്ക് അവർക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ആവശ്യത്തിനെല്ലാം ഉണ്ട്. ചിന്തിച്ചു പോവുകയാണ്, ഇങ്ങനെ ഈ കുഞ്ഞുമക്കൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, ഇങ്ങനെ ദൈവാരാധനയിൽ കടന്നു വരുമ്പോൾ ഒരു ശ്രദ്ധയില്ലാതെ നിലകൊള്ളുകയാണ്, അല്ലെങ്കിൽ മുറുമുറുപ്പ് നടത്തുകയാണെങ്കിൽ, പിറുപിറുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുക? നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ എന്നല്ല, ഇന്ന് തന്നെ അവർ കർത്താവായ ദൈവത്തെ ജീവിതം കൊണ്ട് ഏറ്റുപറയുന്നതിൽ എപ്പോഴും ശ്രദ്ധയുള്ളവരായി മാറാൻ വേണ്ടി നമുക്ക് യുവതലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.